ദൈവതിരുനാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം. എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ഞങ്ങൾ പറയുന്ന ദൈവവചന ശുശ്രൂഷ പലർക്കും സ്വീകാര്യമല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ആകയാൽ മൗനമായിരിക്കാം എന്ന് ചിന്തിച്ചാൽ സത്യം അറിഞ്ഞ ശേഷം അതിന് സാക്ഷികളായി നിൽക്കാതെ ഇരിക്കുന്നത് പാപവും കുറ്റകരവുമായ ശിക്ഷാർഹമായ പാപമാകയാലാണ് ഇത് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. കള്ളപ്രവാചകന്മാർ, ഇവരെക്കുറിച്ച് യിരെമ്യാ പ്രവാചകൻ പറയുന്ന വചനം തുടർന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. പ്രവാചകന്മാർ യഹോവയുടെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്നു. ഞാനവരെ അയച്ചിട്ടില്ല, അവരോട് പ്രവചിക്കുവാൻ കൽപ്പിച്ചിട്ടുമില്ല. അവർ വ്യാജവും പ്രസന്നവാക്യവും ഇല്ലാത്ത കാര്യവും സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയും ജനത്തോട് പ്രവചിക്കുന്നു. യിരെമ്യാ പ്രവാചകൻ 14:14. ഇവർക്ക് വരുവാൻ പോകുന്ന ശിക്ഷ എന്താകുന്നു എന്ന് നോക്കാം. അവരുടെ പ്രവൃത്തികൾ നിയമവിരുദ്ധം ആകയാൽ അവർ ദൈവത്തെ വിട്ടുപോകുവാൻ ദൈവം അവരോട് കൽപ്പിക്കും. മത്തായി സുവിശേഷം 7:23. ഇവർക്ക് നല്ല ഫലം കായ്പാൻ കഴിയുകയില്ല, ഇവരെ തീയിലിട്ട് കളയും. മത്തായി സുവിശേഷം 7:19. കർത്താവ് കള്ളപ്രവാചകന്മാരെ അയച്ചിട്ടില്ല. അവരുടെ പ്രവൃത്തികൾ ദൈവവചന വിരുദ്ധമാകയാൽ അവർ ദൈവത്തെ വിട്ട് പോകുവാൻ കൽപ്പിക്കപ്പെടും. ദൈവവചനത്തിൽ മത്തായി സുവിശേഷം 7:23 അവർ ദൈവവചനം കേൾക്കാതെ അടിസ്ഥാനരഹിതമായി പാറയാകുന്ന ക്രിസ്തുവിൻ്റെ മേൽ പണിയാതെ മണലിന്മേൽ പണിത് ഊതി വീർപ്പിച്ച് അവരുടെ പ്രവൃത്തികളെ പെരുപ്പിച്ചു കാണിച്ചു കൊണ്ടിരിക്കുന്നു. അധ്വാനിക്കാതെ പണിയുന്നു. ആകയാൽ ദൈവീക ന്യായവിധികളിൽ വരുവാനിരിക്കുന്ന ശിക്ഷയിൽ അവരും അവരുടെ പ്രവൃത്തികളും വലുതായി വീണുപോകും. മത്തായി സുവിശേഷം 7:24-26 വരെയുള്ള വാക്യങ്ങൾ. ഇതാണ് അവർക്ക് വരുവാൻ പോകുന്ന ശിക്ഷ. ഇത് വേറെ ആരും പറഞ്ഞതല്ല, ന്യായാധിപനാകുന്ന ക്രിസ്തുയേശു തന്നെ പറഞ്ഞതാണ്. കള്ളപ്രവാചകന്മാർ ദൈവപുത്രനാൽ ഐക്യപ്പെടുന്ന സാക്ഷാൽ ദൈവദാസന്മാരുടെ ശുശ്രൂഷകളെ വചനവിരുദ്ധ പ്രവൃത്തികൾ എന്ന് വിശേഷിപ്പിക്കുകയും ആ വചനവിരുദ്ധ പ്രവൃത്തികൾ ഏതെല്ലാം ആകുന്നുവെന്ന് ഇവരുടെ ദൈവപുത്രൻ ചെയ്ത അരുളപ്പാടുകൾ തുടർന്നും ഒന്ന് ശ്രദ്ധിക്കുക. ഇവർ ചെയ്യുന്ന വചനവിരുദ്ധമായ പ്രവൃത്തികൾ. ആദ്യം നാം ചിന്തിച്ചത് മലമേൽ കർത്താവ് കയറിയിരുന്നു വന്നവരുടെ മുൻപാകെ പ്രസംഗിച്ച പ്രസംഗ വിഷയമാണ്, പഠിപ്പിക്കലാണ്. എന്നാൽ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് മലയിൽ നിന്നൊക്കെ ഇറങ്ങി തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ചെയ്ത ശുശ്രൂഷയുടെ 2ാം ഭാഗം. മത്തായി എഴുതിയ സുവിശേഷം 10:16-23 വരെയുള്ള വാക്യങ്ങൾ. ഇവർ ചെന്നായ്ക്കൾക്ക് തുല്യരത്രേ. ഇവരുടെ നടുവിലേക്ക് ആകുന്നു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയച്ചിരിക്കുന്നത്. അധ്യായം 10:16, ലൂക്കോസ് സുവിശേഷം 10:3. ഇവർ കേവലം മനുഷ്യരാകുന്നു. ഇവർ ദൈവമല്ല, ദൈവിക രൂപത്തിലുള്ളവരല്ല, ദൈവാഭിഷേകം പ്രാപിച്ചവരല്ല, ദൈവത്താൽ ഐക്യപ്പെട്ടവരുമല്ല. അവർ കേവലം മനുഷ്യർ മാത്രമാണ്. അതുകൊണ്ട് ഇവരെ ഭയപ്പെടരുത്. ഇവർ ക്രിസ്തു ശിഷ്യന്മാരുടെ ഇവർ ചെയ്യുന്ന വചനവിരുദ്ധമായ ശുശ്രൂഷകളെ എതിർത്താൽ ഇവർ പള്ളികളിൽ എന്ന് പറഞ്ഞാൽ ഇവരുടെ കമ്മിറ്റികളിലും സിനഗോഗുകളിലും സ്വാതന്ത്ര്യം ഉള്ളതിനാൽ അവർക്ക് അവിടെയൊക്കെ വലിയ സ്വാതന്ത്ര്യമാണ്. കാരണം സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ വഴിയോരങ്ങളിലും കൊച്ചു സഭകളിലും ശുശ്രൂഷിക്കുമ്പോൾ ഇങ്ങനെയുള്ള കള്ളപ്രവാചകന്മാർ വലിയ പ്ലാറ്റ്ഫോമുകളിലും രാഷ്ട്രീയ സ്വാധീനം, കോടതികളിൽ വരെ സ്വാധീനമുള്ളവരാണ്. അത് മറന്നു പോകരുത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇവരോട് എതിർത്ത് നിന്നാൽ ഇവർ സത്യസാക്ഷികളായിരിക്കുന്ന ദൈവദാസന്മാരെ പള്ളികളിൽ, കോടതികളിൽ, ഇവരുടെ സിനഗോഗുകളിൽ, ഇവരുടെ സിനഡുകളിൽ
സ്വാതന്ത്ര്യവും സ്വാധീനതയും ഉള്ളതാകയാൽ വിളിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. കർത്താവ് പറഞ്ഞ ചമ്മട്ടി കൊണ്ടടിക്കും, അത് യഹൂദന്മാരുടെ സിനഗോഗുകളിൽ വിഷയമാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് ജനാധിപത്യ രാജ്യത്തിൽ ഇങ്ങനെയുള്ള ചമ്മട്ടിയടിയൊന്നും ഇവരെ കൊണ്ട് നടത്തുവാൻ കഴിയില്ല. നടത്തുവാനുള്ള അധികാരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു ദൈവത്തിന് മാത്രം അറിയാം. ചമ്മട്ടി കൊണ്ട് അടി നൽകുകയും നാട് ഭരിക്കുന്നവരുടെ മുൻപിൽ കൊണ്ടുപോവുകയും ചെയ്യും. അർത്ഥാൽ ലോക കോടതികളിൽ വരെ കൊണ്ടുപോകുവാൻ ഇവർക്ക് കഴിയും. അതുകൊണ്ടല്ലേ കേരളത്തിലെ പല കോടതികളിലും ഈ കള്ളപ്രവാചകന്മാർ ദൈവദാസന്മാർക്കെതിരായി കേസുകൾ കൊടുത്തിരിക്കുന്നത്? ഒരു കാര്യം പച്ച തെളിച്ചു പറയാം. ദൈവസഭയിലെ വിശ്വാസികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ കാണുന്ന പോലെ നമ്മൾ വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കേണ്ടവരാകയാൽ നമ്മുടെ കമ്മിറ്റികളിലോ കോടതികളിലോ വിധിക്കേണ്ടതിനു പകരം മറ്റ് ജാതീയ കോടതികളിൽ വിഗ്രഹാരാധികൾ വിധിക്കപ്പെടുന്ന കോടതികളിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നവരും വേദപുസ്തകം ഉയർത്തി സത്യം സത്യം എന്ന് തങ്ങൾ പറയുന്ന കള്ളം സത്യമാക്കുകയും ചെയ്യുന്നവർ കള്ളപ്രവാചകന്മാരുടെ ശിഷ്യന്മാരാണ്. മത്തായി സുവിശേഷം 10-ാം അധ്യായം 18-ാമത്തെ വാക്യം. ഇതൊക്കെ പറയുമ്പോൾ ആർ പിണങ്ങിയാലും ദൈവവചനം ഉള്ളതുപോലെ പ്രസംഗിക്കണമല്ലോ. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ച് ലജ്ജിപ്പാൻ കഴിയാത്ത വേലക്കാരായി നിൽപ്പാൻ, യജമാനന്മാരായി നിൽപ്പാൻ, കമ്മിറ്റി പ്രസിഡന്റ്മാരായി നിൽപ്പാനല്ല പറഞ്ഞത്, വേലക്കാരായി നിൽപ്പാൻ. എർഗാറ്റോസ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവരുടെ വശം ഉള്ളത് ബാഹ്യമായ പരീശന്മാരുടെ ദൈവിക സത്യങ്ങളെ വിശ്വസിക്കാത്ത സദൂക്യരുടെയും നാശകരമായ ഉപദേശങ്ങൾ അത്രേ. സദൂക്യർ ദൈവത്തിൽ, ദൂതന്മാരിൽ വിശ്വാസമില്ല, ഉയർപ്പിൽ വിശ്വാസമില്ല, ആ കാലത്ത് ജീവിച്ച് സന്തോഷമായി സുഖിച്ച് ജീവിച്ചോണം എന്നുള്ളതാണ് അവരുടെ ഉപദേശം. സ്തോത്രം. മത്തായി സുവിശേഷം 16:6, മർക്കോസിന്റെ സുവിശേഷം 8:15, ലൂക്കോസ് സുവിശേഷം 12:1 ഒന്ന് വായിച്ച് നോക്കുക. ഇവിടെ അല്പമെങ്കിലും ഇവരെ അനുകൂലിച്ചാൽ അവസാനം ഉള്ളത് മുഴുവൻ ദുഷിക്കപ്പെടും ആറാകും എന്ന് ദൈവപുത്രൻ അരുളി ചെയ്തിരിക്കുന്നു. ഇവരുടെ ഉപദേശങ്ങളോട് യോജിക്കരുത്, ഇവരുടെ ഉപദേശങ്ങൾക്ക് ആമേൻ പറയരുത്, ഇവരുടെ ഉപദേശ സഭകളിൽ കൂടുകയും ചെയ്യരുത്. കാരണം ഇവരിൽ ഉള്ളത് പുളിച്ച മാവാണ്, അസാരം പുളിമാവ്. പാൽ ഉറയൊഴിക്കുമ്പോൾ അല്പം ഉറയൊഴിച്ചിട്ട് കാത്തിരുന്നുകൊള്ളുക, അല്പം കഴിയുമ്പോൾ അത് മുഴുവൻ തൈരായി തീരുന്നത് പോലെ അല്പം പുളിമാവ് ഇവരുടെ ജീവിതത്തിൽ പരത്തപ്പെടുന്നത് നമ്മൾ സ്വീകരിച്ചാൽ നമ്മൾ മുഴുവൻ ഇവരാൽ നശിക്കപ്പെടും. കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1-ാം ലേഖനം 5-ാം അധ്യായം 7:8 വിശുദ്ധ പൗലോസ് പറയുകയാണ്. കള്ളപ്രവാചകന്മാർ ആവിർഭവിച്ചു വന്ന് അനേകരെ തെറ്റിച്ചു കളയും. ആന്തരികമായി അധർമ്മം പെരുകി അനേകരുടെ സ്നേഹം തണുത്തുപോകും എന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാർ തന്നോട് ചോദിച്ച 3 ചോദ്യങ്ങൾക്ക് ഉത്തരമായി കൂട്ടിക്കലർത്തി ഉത്തരം പറഞ്ഞ ഭാഗത്തിൽ എഴുതിയിരിക്കുന്നു. മത്തായി സുവിശേഷം 24:11-12 3 ചോദ്യങ്ങൾ കൂട്ടിക്കലർത്തി ചോദിച്ചതിൽ ഉത്തരമെന്ന് പറഞ്ഞതിൻ്റെ കാരണം 24-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ തൻ്റെ ശുശ്രൂഷയുടെ അവസാന ദിവസങ്ങളിൽ 2 ദിവസങ്ങളോ 3 ദിവസങ്ങളോ ശേഷിക്കുമ്പോൾ ആ ആഴ്ച മുഴുവൻ യെരൂശലേമിലെ ആലയത്തിൽ ശുശ്രൂഷ ശേഷം വൈകിട്ട് മല കയറി ബഥാന്യയിൽ പോയി പാർക്കുമായിരുന്നുവല്ലോ. അപ്പോൾ മലയുടെ മുകളിൽ കയറിപ്പോയതിനാൽ ക്ഷീണിച്ചിരുന്ന കർത്താവിനെ ആലയത്തിൻ്റെ മഹാഭംഗി, പടിഞ്ഞാറെ ചക്രവാളത്തിൽ അന്തി ഉറങ്ങുവാൻ പോകുന്നുവെന്ന് തോന്നുന്ന സൂര്യൻ്റെ ചുമന്ന വെളിച്ചത്തിൽ ശോഭാപരിപൂർണമായ ആലയത്തിൻ്റെ ഭംഗി കാണിക്കുവാൻ വന്നവരോട് കർത്താവ് പറഞ്ഞതാണ്, ഇതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? അടിസ്ഥാനക്കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകും. ഇത് പറഞ്ഞപ്പോൾ അപ്പസ്തലന്മാർ അവർ ചോദിച്ചു, നീ കൂടെ നീ വരുമെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതെപ്പോഴാണ് സംഭവിക്കുന്നത്? 2, ഇപ്പോൾ നീ പറഞ്ഞല്ലോ ഈ ആലയം നശിച്ചു പോകുന്നു, അതെപ്പോഴാണ് സംഭവിക്കുന്നത്? 3, നീ വരുമെന്ന് പറഞ്ഞല്ലോ ലോകാവസാനത്തിൽ, അതെപ്പോഴാണ്? ഈ 3 ചോദ്യങ്ങൾക്കാണ് കർത്താവ് കൂട്ടിക്കലർത്തി ഉത്തരം പറഞ്ഞത്. അതിനകത്ത് പ്രധാന ഒരു ഭാഗം കള്ളപ്രവാചകന്മാരെ കുറിച്ച് കൂടിയായിരുന്നു. ശ്രദ്ധിക്കുക. മത്തായി സുവിശേഷം 24:11-12 എന്നാൽ നിങ്ങളെ ആരും തെറ്റിച്ച് കളയാതിരിക്കാൻ സൂക്ഷിച്ചോണം. അപ്പോൾ അപ്പസ്തലന്മാരെ പോലും തെറ്റിച്ചു കളയുന്ന വിധത്തിൽ കള്ളപ്രവാചകന്മാർ പ്രവേശിക്കുമെന്നല്ലേ അതിൻ്റെ അർത്ഥം? ഇന്നത്തെ ആത്മീയ കോളത്തിൽ ഒരു കാലത്ത് ദൈവവചനം സത്യമായി പ്രസംഗിച്ച് എത്രയോ പേർ വീണുപോയി. കള്ളപ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വീണുപോയി. പൗലോസ്, സിർലാറി മുതലായവർ ഇങ്ങോട്ട് കിടക്കുകയല്ലേ?
എന്നാൽ ദൈവപുത്രനായ ക്രിസ്തു ഇവത കള്ളപ്രവാചകന്മാരുടെ മേലും അവരെ ഇவ்வித വചനവിരുദ്ധമായ ഏത് പ്രവർത്തനങ്ങൾക്ക് പ്രേരണ കൊടുക്കുന്ന ദുഷ്ടാത്മാക്കളെ ചവിട്ടുവാനുള്ള അധികാരവും അപ്പോസ്തലന്മാർക്ക് നൽകി എന്നുള്ളതും മറന്നു പോകരുത്. ഇവരുടെ ഉപദേശം വരുമ്പോൾ അതിനെ പൊക്കിപ്പിടിച്ച് ഫ്രെയിം ചെയ്ത് വീട്ടിൽ കൊണ്ടുവെക്കരുത്. ഇവരുടെ ഉപദേശങ്ങളെ പ്രകീർത്തിച്ച് ഭോജനശാലയിൽ സംസാരിക്കരുത്. അത് കൊള്ളരുതാത്ത വിഷയം താഴെ കളഞ്ഞ് ചവിട്ടിക്കളയുന്നത് പോലെ ദൂരെ കളയുക. ലൂക്കോസിന്റെ സുവിശേഷം 10:19. ഇവരെത്ര വലിയവരാണെങ്കിലും ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത് ദുരാത്മാവിൻ്റെ ദുഷ്ടചിന്തകളാണ്. തന്നെയുമല്ല, കള്ളപ്രവാചകന്മാർ ക്രമേണ കള്ളക്രിസ്തുവായി വേണ്ടി വന്നാൽ വേഷം ധരിക്കും. ഇവർ ദൈവപുത്രന്മാരാണെന്ന് പോലും പറഞ്ഞ് ദൈവനാമം എടുത്ത് സ്വന്തമായി ബഹുമാനഭൂഷണം ധരിച്ച് സിംഹാസനങ്ങളിലിരിക്കും. ആരാധകന്മാർ വന്നാൽ പാദത്തിൽ വീണ് നമസ്കരിച്ചാൽ അരുത് എന്ന് പൗലോസും പത്രോസും പറഞ്ഞതുപോലെ പറയുകയില്ല. എത്ര നേരം വേണമെങ്കിലും കിടന്ന് പൂജിച്ച് പാദം ചുംബിച്ചു കൊള്ളുവാൻ ഇവർ കൽപ്പിക്കും. ഇവർ അഭൂതപൂർവമായ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് കാണിച്ച് വൃതന്മാരായ ദൈവവിശ്വാസികളെ പോലും തെറ്റിച്ചു കളയുമെന്ന് ദൈവപുത്രൻ സ്വന്തം വായാൽ അരുളി ചെയ്തിരിക്കുന്നു. മത്തായി സുവിശേഷം 24:24. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്താ അത്ഭുതം നടക്കുന്നത്? ദൈവത്താലല്ലേ എന്നാരെങ്കിലും ചോദിച്ചാൽ ഉടൻ പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരമാണ് ഫാൻസി വേഴ്സ്. മത്തായി 24:24. ഇവരും കള്ളപ്രവാചകന്മാരും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് കാണിക്കും, എന്നാൽ അത് നിലനിൽക്കയില്ല എന്നുകൂടെ മറന്നു പോകരുത്. ഇവിടെ ദൈവപുത്രൻ ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് കൂടി ഇത്തരണത്തിൽ ശ്രദ്ധിക്കണം. സ്തോത്രം. ആഗോള വ്യാപകമായി കിടക്കുന്ന സകല ദൈവസഭയ്ക്കും കൊടുത്തിരിക്കുന്ന ബുദ്ധിയുപദേശം, അതായത് ഇവർ എഴുന്നേറ്റ് സ്വയം ക്രിസ്തു എന്ന നാമം എടുത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു. അതോ ക്രിസ്തു മരുഭൂമിയിലോ? അവർ പറയുന്നതാണ് അതാ ക്രിസ്തു മരുഭൂമിയിലാണ്, അല്ല അറകളിലാണ് എന്ന് പറഞ്ഞാൽ അവരിലും അവർ പറയുന്ന വാക്കുകളിലും വിശ്വസിക്കരുത്. എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ, പുറപ്പാട് ദിവസം 5-ാം അധ്യായം പഠിച്ചുകൊണ്ടാൽ മതി, ആരാധനാ മധ്യങ്ങളിൽ പ്രവാചകൻ വന്നിരിക്കുന്നത് ക്രിസ്തുവായിട്ടാണ് എന്ന് അവരുടെ ദാസന്മാർ പറയും. അല്ല, പറയുകയാണ് ചില സന്ദർഭങ്ങളിൽ ഈ കള്ളപ്രവാചകന്മാർ അറകളിൽ കയറിയിരിക്കും, ശിഷ്യവൃന്ദങ്ങൾ പുറത്തു നിൽക്കും, വചനം കേൾക്കുവാൻ വരുന്നവർ അതിനപ്പുറത്തെ പ്രത്യേക സ്ഥലത്ത് നിൽക്കും. എന്തിയേ പ്രവാചകൻ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. ഉദാഹരണത്തിന് ഞങ്ങളുടെ കൂടെ പഠിച്ച ഏബ്രഹാം എന്ന ചണ്ണപ്പേട്ടക്കാരൻ ഒരു കള്ളപ്രവാചകനുണ്ട്. ഇപ്പോൾ ജീവനോടുണ്ടോ എന്നറിയുന്നില്ല. എറണാകുളത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന ജോണിക്കുട്ടി, ഞാനൊരു വ്യക്തിയുടെ ചരിത്രം എൻ്റെ നേരിട്ട് അറിവിലുള്ളത് കൊണ്ട് പറയുകയാണ്. ഇവൻ അകത്ത് കയറിയിരിക്കും. 7 ദിവസം 8 ദിവസം 10 ദിവസമൊക്കെ കഴിയുമ്പോൾ പുറത്തു വരും. അപ്പുറത്തെ കർട്ടൻ്റെ പുറകിലിരുന്നു കൊണ്ട് പറഞ്ഞു കൊടുക്കും. ജോണിക്കുട്ടി ബോർഡിൽ എഴുതി വെക്കും, ഇതാണ് ദൈവിക കേരളപ്പാട്. നോക്കണേ, ദൈവപുത്രൻ പറഞ്ഞ ദൈവവചനം എത്രയോ അർത്ഥപൂർണമായി നിറവേറിക്കൊണ്ടിരിക്കുന്നു. അതാണ് മരുഭൂമിയിലോ അറകളിലോ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കരുത്. യോഹന്നാന്റെ സുവിശേഷം 24:26. കർത്താവ് അറയിൽ കടന്നല്ലല്ലോ ജനത്തോട് സംസാരിച്ചത്, പരസ്യമായിട്ടല്ലേ. അപ്പം അറകളിൽ കടന്ന് ഇരുന്ന് പറയുന്നത് രഹസ്യങ്ങൾ, കള്ളത്തരങ്ങളാണ്. ദൈവവചനത്തിന് കള്ളത്തരങ്ങളും രഹസ്യങ്ങളും ഒന്നുമില്ല, പരസ്യ ശുശ്രൂഷകൾ മാത്രമാണ് ഉള്ളത് എന്നുകൂടെ ഓർത്തിരിക്കണം. പുതിയ നിയമയുഗത്തിൽ മാത്രമല്ല, പഴയ നിയമ ന്യായപ്രമാണ യുഗത്തിലും കള്ളപ്രവാചകന്മാരുടെ അതിപ്രസരണം ഉണ്ടായിരുന്നു. അതിനാധാരമായ ദൈവവചനം കൂടെ ഇത്തരുണത്തിൽ ശ്രദ്ധിക്കണം. ഈ കള്ളപ്രവാചകന്മാരുടെ ശുശ്രൂഷ ഈ കാലത്ത് മാത്രം തുടങ്ങിയതല്ല, ആരംഭത്തിൽ തന്നെയുണ്ട്. എന്താണ് ആദ്യത്തെ കള്ളപ്രവാചകൻ പറഞ്ഞത്? പൈശാചിക തൃത്വത്തിൽ ഒന്നാമൻ. പിശാചിന് തൃത്വമുണ്ടോ? ഉണ്ട്. അതിനും ദൈവവചനത്തിൽ സ്ഥാനമുണ്ട്. സ്തോത്രം. നിങ്ങൾ യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം പഠിച്ചു നോക്കിയാൽ മതി. അവിടെ എഴുതിയിരിക്കുന്ന വചനം ഞാൻ വായിക്കാം. ആഹാസ് രാജാവ് മരിച്ച ആണ്ടിൽ ഈ പ്രവചനം ഉണ്ടായി. ഊസിയ രാജാവ് മരിച്ച ആണ്ടിൽ മശിഹായുടെ പ്രവചനം. യെശയ്യാവ് ഉയരത്തിൽ സ്വർഗത്തിൽ സിംഹാസനത്തിൽ കേട്ട കോൺഫറൻസിൽ കേട്ട പ്രതിധ്വനിച്ച ശബ്ദം. ആരെ അയക്കേണ്ടു? ഞാൻ പോകാം. മശിഹായെ കുറിച്ച്.
ആഹാസ് രാജാവ് മരിച്ച ആണ്ടിൽ ഉണ്ടായ പ്രവചനം, സകല ഫെലിസ്ത്യ ദേശവുമായുള്ളവേ, നിന്നെ അടിച്ചവന്റെ വടി ഒടിഞ്ഞിരിക്കെ കൊണ്ട് നീ സന്തോഷിക്കേണ്ട. സർപ്പത്തിന്റെ വേരിൽ നിന്ന്, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ കാണുന്ന സർപ്പത്തിന്റെ വേരിൽ നിന്ന്, യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നല്ലോ, ഇശായിയുടെ കുറ്റിയിൽ നിന്ന്. നോക്കണം, എല്ലാം ഒരു പകർത്തലാണ്. സർപ്പത്തിന്റെ വേരിൽ നിന്ന്, സ്തോത്രം, ഒരു അണലി പുറപ്പെടും. അതിന്റെ ഫലം പറക്കുന്ന അഗ്നിസർപ്പമായിരിക്കും. 3 വ്യക്തികൾ: 1 സർപ്പം, 2 അണലി, 3 അഗ്നിസർപ്പം. അത് പഠിക്കണമെങ്കിൽ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം പഠിച്ചുകൊണ്ടാൽ മതി. 3 പേരും അവിടെ ഒന്നിച്ച് പ്രത്യക്ഷപ്പെടുന്നു. സ്തോത്രം. തിരുവചനത്തിൽ പതിരില്ല, തിരുവചനത്തിൽ കള്ളമില്ല. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കിയാൽ ഒന്നിനും ഇണയില്ലാതിരിക്കയില്ല. യഹോവയുടെ വായല്ലോ കൽപ്പിച്ചത് എന്ന് യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ദ്രുതഗതിയിൽ പറഞ്ഞു വിടുന്നത് ആരെയും കളിപ്പിക്കുവാനല്ല, സത്യം സത്യമായി പറയുകയാണ് എന്ന് മറന്നുപോകരുത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദൈവപുത്രൻ ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് കൂടെ ഒന്ന് ശ്രദ്ധിച്ചല്ലോ. 24:26 ഇവർ എഴുന്നേറ്റ് സ്വയം ക്രിസ്തു എന്ന നാമം എടുത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച്, അതോ ക്രിസ്തു മരുഭൂമിയിലോ അല്ല അറകളിലോ എന്ന് പറഞ്ഞാൽ ആരും അവരെ വിശ്വസിക്കരുത്. ക്രിസ്തു എന്ന പദത്തിന് ക്രിസ്റ്റോസ്, കൂറിയോസ്, അഭിഷിക്തൻ എന്നാണ് അർത്ഥം. ദൈവപുത്രനെ അഭിഷേകം ചെയ്ത് അയച്ചത് യാഗമൃഗങ്ങളെ അഭിഷേകം ചെയ്ത് യാഗവസ്തുക്കളാക്കി മനുഷ്യന്റെ പാപത്തിനും അതിക്രമത്തിനും പരിഹാരാർത്ഥം യാഗപീഠത്തിന്മേൽ അർപ്പിക്കപ്പെടുന്നത് പോലെ ദൈവപുത്രൻ അർപ്പിക്കപ്പെട്ടത് മാനവരാശിയുടെ പാപപരിഹാരത്തിന് വേണ്ടിയാണ്. ഇവരോ സ്വയംകൃതമായി അഭിഷിക്തന്മാർ എന്ന പേരെടുക്കുന്നു. പുതിയ നിയമയുഗത്തിൽ മാത്രമല്ല, പഴയ നിയമ ന്യായപ്രമാണ യുഗത്തിലും കള്ളപ്രവചന്മാരുടെ അതിപ്രസരണം ഉണ്ടായിരുന്നു എന്ന് നാം പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ നിർത്തിയത്. അതിനാധാരമായ ദൈവവചനവും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. വിസ്മയവും ഭയങ്കരവുമായുള്ള ദേശത്ത് സംഭവിക്കുന്നു. കേരളക്കരയിൽ മാത്രമല്ല, ലോകത്തിലെല്ലായിടത്തും, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും ഓസ്ട്രേലിയയിലും ഒക്കെ നടക്കുന്ന വിഷയങ്ങൾ അമേരിക്കയെ ഒഴിച്ചു നിർത്തിയല്ല 5 ഭൂഖണ്ഡങ്ങളിലും അല്ല 6 ഭൂഖണ്ഡങ്ങളിലും 195 രാജ്യങ്ങളിലും ക്രൈസ്തവ രാജ്യങ്ങളിലും അല്ലാത്തിടത്തും നടക്കുന്ന ഭയങ്കരമായുള്ളതും ദേശത്ത് സംഭവിക്കുന്നു. ഭയങ്കരമെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഭയം അങ്കുരിപ്പിക്കുന്നത്, പേടിപ്പിക്കുന്നത്. ഭയങ്കര സ്നേഹമെന്ന് പറയരുത് കേട്ടോ, ദയവ് ചെയ്ത്. വിസ്മയം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ സംഭവിക്കുന്നു. അത് അടുത്ത് ചിന്തിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്ത് അടിയങ്ങളെ തിരുസന്നിൽ സമർപ്പിക്കുന്നു. തിരുവചനം അതിൻ്റെ അർത്ഥത്തോടുകൂടെ ഗ്രഹിച്ച് അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരും. മനുഷ്യനെ ഞങ്ങൾ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കാൻ യോഗ്യരല്ല എന്ന് പൗലോസ് പറഞ്ഞ വാക്യത്തെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കും, കൃപ കൂടെയിരിക്കും. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ.